50ഓളം കുടുംബങ്ങളാണ് കോളനിയിലും പരിസര പ്രദേശത്തുമുള്ളത്. ഇവരുടെ ആവശ്യത്തിനായി 3 കിണറുകളുമുണ്ട്. ഇതിൽ 2 എണ്ണം ഇപ്പോൾ തന്നെ വറ്റി. ഒരെണ്ണത്തിൽ വെള്ളമുണ്ട്. എന്നാൽ കോളനിക്കായി ആരംഭിച്ച ഈ പദ്ധതിയിൽ നിന്ന് കോളനിക്ക് പുറത്തുനിന്നുള്ളവർക്ക് വെള്ളം നൽകുന്നുവെന്ന് കോളനിക്കാർ ആരോപിക്കുന്നു. ഇതിൽ നിന്നു ലഭിക്കുന്ന വെള്ളം കുടിക്കാനും പറ്റില്ല. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ 3 കിണറ്റിലും വെള്ളം വറ്റിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പുഴയിൽ നിന്നാണ് ഇത്രയും ദൂരത്തുനിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. കഞ്ചമ്പാടി കോളനിയിലുള്ളവർക്കും പരിസരത്തെ കർഷകർക്കും കൃഷിയിറക്കുന്നതിനായി സമീപത്ത് ചെക്ക് ഡാം നിർമ്മിച്ചു. എന്നാൽ ഇതിലും വെള്ളമില്ല. കുടിക്കാനും കുളിക്കാനുമെല്ലാം കബനി പുഴയിൽ നിന്നാണ് കുടുംബങ്ങൾ വെള്ളമെടുക്കുന്നത്. കിലോമീറ്ററുകൾ നടന്ന് തലച്ചുമടായി വെള്ളം എത്തിക്കുന്നത് പ്രദേശത്തുകാർക്ക് ശീലമായി കഴിഞ്ഞു. കുടിവെള്ളം മുട്ടിയത് മാത്രമല്ല കോളനിക്കാരുടെ പ്രശ്നം. വെള്ളം ലഭിക്കാത്തതിനാൽ ഇത്തവണ ഇറക്കിയ നെൽകൃഷി മുഴുവൻ ഉണങ്ങിപ്പോയി. വെള്ളമില്ല, ഞങ്ങൾക്ക് 3 കിണറ്റിൽ വെള്ളമില്ല. ഞങ്ങൾ കുളിക്കാനും ആൾക്കാനൊക്കെ പുഴയ്ക്കായിരുന്നു പോകുന്നത്. പുഴയിലാണ് വെള്ളം എടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വരൾച്ച രൂക്ഷമായ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കിണറുകളുടെ അവസ്ഥ ഇതുതന്നെയാണ്. കബനി നദിയാണ് ഇപ്പോൾ ഇവിടത്തുകാർക്ക് ആശ്രയം. വേനൽമഴ ഇനിയും പുൽപ്പള്ളിക്കാരെ കനിഞ്ഞിട്ടില്ല. കിലോമീറ്ററുകൾ നടന്നാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.